പി.വി. അൻവറും അഡ്വക്കേറ്റ് ജയശങ്കറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു കഴിഞ്ഞു. വിഷയം ആരാണ് വർഗീയവാദി എന്നതാണ്. പി.വി. അൻവറിനെ വർഗീയവാദി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞത് മറുനാടൻ മലയാളിയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ വർഗീയവാദി എന്ന് വിളിച്ചു എന്നാണ് മറുനാടൻ മലയാളിയുടെ വാർത്ത. ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് രംഗത്ത് വന്നത് പി.വി. അൻവർ. പി.വി. അൻവർ ഞാൻ ആരാണ് എന്ന് കൃത്യമായും പറയുന്നുണ്ട്. ആ വീഡിയോയിൽ ആ ഭാഗം മാത്രം നമുക്കൊന്ന് കേൾക്കാം. രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തൻവീട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പിതാവിന്റെ പിതാവ്, എൻ്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ്. എൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കടന്നിട്ടുള്ള വ്യക്തിയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിന്മുറക്കാരനാണ് ഞാൻ. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ AICC മെമ്പറായി പ്രവർത്തിച്ച PV ഷൗക്കത്ത് അലി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ. ഈ തണ്ടിക്കത് അറിയോ? 1962 രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PV ഷൗക്കത്ത് അലി എന്ന എന്റെ പിതാവായിരുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാന്യനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ്, ആ ഏകദേശം 100ഓളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഇത് കഴിഞ്ഞ് പി.വി. അൻവർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം മറ്റൊന്നുമല്ല, ഞാനാണോ വർഗീയവാദി അതല്ല ജയശങ്കറാണോ വർഗീയവാദി എന്ന്. ജയശങ്കറാണ് വർഗീയവാദി എന്നാണ്, സംഘപരിവാരകാരൻ എന്നാണ്, ഹിന്ദു വർഗീയവാദി എന്നാണ് പി.വി. അൻവർ പറയുന്നത്. 2022 ഓഗസ്റ്റ് 13 ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് വീണ്ടും പങ്കുവെച്ചുകൊണ്ടാണ് പി.വി. അൻവർ പറയുന്നത് പണ്ടേ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന്. മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഇട്ട പോസ്റ്റാണ്, ഏറ്റവും ഒടുവിലിട്ട പോസ്റ്റാണ്. അതിൽ പറയുന്നത് പണ്ടേ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അത് പറഞ്ഞതിന് ശേഷം 2022 ഓഗസ്റ്റ് 13 അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് കൂടി അതിനെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പുത്തൻവീട്ടിൽ ഷൗക്കത്ത് അലിയുടെ മകനായ പി.വി. അൻവർ എന്ന എനിക്ക് പാൻസിനടിയിൽ കാക്കി നിക്കറും ഇട്ട് നടക്കുന്ന നിന്റെ മതേതര സർട്ടിഫിക്കറ്റ് തൽക്കാലം ആവശ്യമില്ലടാ അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ്. അതാണ് 2022 ഓഗസ്റ്റ് 13 ഇട്ട പോസ്റ്റിൽ പറയുന്ന വാക്യങ്ങൾ ഒന്നുകൂടെ വാദിക്കാം. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പുത്തൻവീട്ടിൽ ഷൗക്കത്ത് അലിയുടെ മകനായ പി.വി. അൻവർ എന്ന എനിക്ക് പാൻസിനടിയിൽ കാക്കി നിക്കറും ഇട്ട് നടക്കുന്ന നിന്റെ മതേതര സർട്ടിഫിക്കറ്റ് തൽക്കാലം വേണ്ടമില്ലടാ അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. 2022 ഓഗസ്റ്റ് 13 പോസ്റ്റ്. അതോടൊപ്പം 2 ചിത്രങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ഒരു RSSന്റെ പരിപാടിയിൽ RSS നേതാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ആ വേദിയിലിരിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഫോട്ടോ. മറ്റൊന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ. അദ്ദേഹം RSSന്റെ വേഷത്തിലാണ്, ഗണവേഷത്തിലാണ് ഉള്ളത്. കാക്കി ട്രൗസറും വെള്ള ഷർട്ടുമിട്ട് തൊപ്പിയും വെച്ച് നിൽക്കുന്ന K. സുരേന്ദ്രൻ. RSSന്റെ വേഷമണിഞ്ഞു നിൽക്കുന്ന K. സുരേന്ദ്രന്റെ കയ്യിൽ രാഖി രാഖി കെട്ടിക്കൊടുക്കുന്ന അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ 2 ചിത്രങ്ങളും നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ വലിയ ചർച്ചകളോ വലിയ സംവാദങ്ങളോ ആവശ്യമില്ല. അതിൽ പറയുന്ന ലളിതമായ കാര്യം ആരാണ് സംഘപരിവാർ എന്ന്. സംഘപരിവാറിൻ്റെതല്ല, RSSന്റെ വേദിയിലിരിക്കുന്ന അഡ്വക്കേറ്റ് എ ജയശങ്കർ, അതോടൊപ്പം തന്നെ K. സുരേന്ദ്രന് രാഖി കെട്ടിക്കൊടുക്കുന്ന, ഗണവേഷത്തിൽ നിൽക്കുന്ന, RSSന്റെ വേഷമണിഞ്ഞു നിൽക്കുന്ന K. സുരേന്ദ്രന് രാഖി കെട്ടിക്കൊടുക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ. ഈ 2 ഫോട്ടോവും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വാചകം കൂടി ചേർത്ത് 2022 ഓഗസ്റ്റ് 13 പോസ്റ്റ് ചെയ്ത പോസ്റ്റ് വീണ്ടും അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം ചേർത്തിരിക്കുന്ന വാചകം നോക്കണം, പണ്ടേ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആരാണ് വർഗീയവാദി? ഞാനാണോ താങ്കളാണോ വർഗീയവാദി എന്ന് ചോദിക്കുകയാണ് പി.വി. അൻവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. നേരത്തെ അദ്ദേഹം ഒരു യുദ്ധം തുടങ്ങിയിരുന്നു ഒരാൾക്കെതിരെ. അത് മറുനാടൻ മലയാളിയുടെ ഉടമയായ ഷാജിസ്കറിയേക്കായിരുന്നു. ആ ഷാജിസ്കറിയക്കെതിരെ അദ്ദേഹം കേസ് കൊടുക്കുന്നു. ആ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ കേസ് അട്ടിമറിക്കപ്പെടുന്നു. അവിടെ നിന്നാണ്
PV അൻവർ MR അജിത് കുമാറിലേക്ക് അന്വേഷണം നീങ്ങുകയും അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുകയും ആ വിവരങ്ങൾ വെച്ചാണ് വാർത്താ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തത്. PV അൻവർ കൊടുത്ത പരാതി, ഷാജിസ് കറിയക്കെതിരെ കൊടുത്ത പരാതി, ആ കേസ് അട്ടിമറിക്കപ്പെടുന്നു. അവിടെ നിന്നും തുടങ്ങിയ യുദ്ധമാണ് ഇപ്പോൾ MR അജിത് കുമാറിൽ എത്തി നിൽക്കുന്നത്. 2 വിക്കറ്റുകൾ ഇതിനകം വീണു കഴിഞ്ഞു. ഇനി ഇതാ MR അജിത് കുമാറിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും അവസാനിക്കില്ല, അത് P ശശിയിലേക്ക് എത്തും എന്നാണ് അറിയുന്നത്. അതാണ് ഇപ്പോൾ PV അൻവർ പറയുന്നതും. അങ്ങനെയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറും. ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. DGP തലത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്ന് വെച്ചാൽ ഗുരുതരമായ പ്രശ്നമാണ് ഇത് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്ര വലിയ അന്വേഷണത്തിന്, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിടുന്നത് സർക്കാർ. അവിടെ നിന്ന് വീണ്ടും ഇതാ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു PV അൻവർ എന്നർത്ഥം. അത് ഇനി എവിടെ എത്തി നിൽക്കും എന്നേ അറിയാനുള്ളൂ. അദ്ദേഹം ഇനി അഡ്വക്കേറ്റ് A ജയശങ്കറിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് അതെല്ലാം പുറത്തുവിട്ട് കാര്യങ്ങൾ വീണ്ടും കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുപോകുമോ എന്നതേ ഇനി അറിയാനുള്ളൂ. അത് ശരിയാണ്, അങ്ങനെ പോകും എന്നതിൻ്റെ സൂചനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അത് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. വർഗീയവാദി ഞാനാണോ താങ്കളാണോ എന്ന്. ഞാനല്ല വർഗീയവാദി എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ തിരിച്ച് താങ്കളാണ് വർഗീയവാദി എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്നത്, PV അൻവർ ഉപയോഗിക്കുന്നത് അഡ്വക്കേറ്റ് A ശങ്കർ സംഘപരിവാറിൻ്റെ RSSന്റെ സംഘപരിവാറിൻ്റെ എന്ന് പറഞ്ഞ് ചുരുക്കാൻ കഴിയില്ല, RSSന്റെ വേദി പങ്കിടുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വർഗീയവാദി ഞാനല്ല, അഡ്വക്കേറ്റ് A ജയശങ്കറാണ് എന്ന് പറഞ്ഞു വെക്കുന്നു PV അൻവർ. Yep.